വലിയ നിഅമത്താണ് പള്ളിൻ്റെ ആളായി ജീവിക്കുക, മദ്രസൻ്റെ ആളായി ജീവിക്കുക, ഇതിനൊക്കെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുക, നാട്ടിലെ ദീനി ചുറ്റുപാടുകൾക്ക് നേതൃപരമായ പങ്കുവഹിക്കുക. ഇതൊക്കെ റബ്ബ് ഓരോരുത്തർ കൊടുക്കുന്ന നിഅമത്താണ്. ഒരാൾ നന്നാകാനുള്ള, രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് ദീന് ഖിദ്മത്ത് ജീവിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്നത്. കാലങ്ങളോളം ചെറുപ്രായം മുതലേ ഈ നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇപ്പോൾ പ്രത്യേകിച്ചും വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു സവിശേഷമായ സിദ്ധി അല്ലാഹു നൽകിയത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായം പറയാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ശേഷി അഭിനന്ദനായ നമ്മൾ കുട്ടിമാജിക്കുണ്ടായിരുന്നു. ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദീനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി എന്ന് പറയും. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി, ഒരു വിഷയം തീർപ്പ് കൽപ്പിക്കാൻ ശേഷിയുള്ളയാൾ, തീർപ്പാക്കേണ്ടത് തീർപ്പാക്കാനുള്ള ശേഷിയുള്ളയാൾ. അവര് നാടിന്റെ തൂണാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവര് ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഇടപെട്ട് സക്രിയമായി സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അത് വലിയൊരു നിഅമത്താണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ദുനിയവിയായ സൗകര്യങ്ങളും പത്രാസുകളും എല്ലാം ഉണ്ട്. കുട്ടിമനാജിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദുനിയവിയായ ഭൗതികമായ ഫെസിലിറ്റീസ് ഒക്കെ അല്ലാഹു നൽകി ധാരാളം നിഅമത്ത് കൊടുത്തൊരു മനുഷ്യനാണ്. കണ്ടമാനം ഭൂമിയും സൗകര്യങ്ങളും അങ്ങനെ ഒരു കുടുംബത്തിലും ഒക്കെ ജനിച്ചു സൗകര്യത്തോടെ കൂടി ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് മാറി നിൽക്കാതെ എപ്പോഴും അല്ലാഹ് എന്ന ചിന്ത നിലനിർത്തി പോകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എപ്പോ കാണുമ്പോഴും ആക്ടിവത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം എന്നാണ് പ്രിയപ്പെട്ട ഹാജിയെ നമ്മളോട് പറയാറുണ്ടായിരുന്നത്, എല്ലാവരോടും പറയാറുണ്ടായിരുന്നത്. ആക്ടിവത്ത് നന്നാകാൻ വേണ്ടി ദുആക്കണം. അവസാനം ഈ വീട്ടിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോഴും ഇനി നമ്മൾ നേരിട്ട് കണ്ടുകൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ സലാം പറഞ്ഞ് പിന്നെ യാത്രയാക്കിയത്. അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പള്ളി, മദ്രസ, ഇതിന്റെ ഉത്തരവാദിത്തം ഇത് എന്നെ 20 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹവും നമ്മുടെ പ്രിയപ്പെട്ട മൂസോലിയും അവർ രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിൽ പോകുന്നു 20 കൊല്ലം മുമ്പ്. എന്നെ കാണാൻ വേണ്ടി വന്നതാണ്, ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെങ്ങനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സംഗതിയാണ്, നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഒരു സംഗതി, നാട്ടിൽ മസ്ലഹത്തിന്റെ വർത്താനെ പറയാൻ പാടുള്ളൂ. നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കലാമ് പോലും വന്നു പോകരുത്. നിങ്ങൾ ചെറുപ്പാണല്ലോ, അതുകൊണ്ട് പറയാം, നാട്ടിൽ നിങ്ങൾക്ക് മാത്രമാണ് മൈക്ക് ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങൾ പറഞ്ഞ വാക്കാണ് 20 കൊല്ലം മുമ്പ്. നിങ്ങൾക്ക് മാത്രം മൈക്ക് എടുത്തൊരു വാക്കോടെ പറയാൻ പറ്റുക, വേറെ ആരും മൈക്ക് എടുത്ത് സംസാരിക്കൂല. നിങ്ങൾ മാത്രം പറയാൻ പറ്റുള്ളൂ. അവിടെ പല കാഴ്ചപ്പാടുകാരുണ്ടാവും. അതുകൊണ്ട് മസ്ലഹത്ത്, ദീനിയായ വിഷയം മാത്രം കൃത്യമായി സംസാരിക്കണം എന്ന ഉത്തരവാദിത്വത്തോടെയാണ് 20 കൊല്ലം മുമ്പ് മൂപ്പരിനോടെ പോസ്റ്റ് ചെയ്ത്. മുസൂലേരും പോയി, നമ്മുടെ കുട്ടിമോനാച്ചും പോയി. അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കാരണന്മാർ പോകാന്ന് പറഞ്ഞാൽ നാടിനതൊരു വലിയ ബലക്ഷയമാണ്. അതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. നല്ല ദീനബോധമുള്ള ആളുകൾ ഇവിടെ വളർന്നു വരണം. കാരണം അവരൊരു അത്താണിയാണ്. ഒരു വിഷയം അവരെ നമ്മൾ ഇങ്ങനെ നമ്മളെ മാതിരി ഒച്ചപ്പാടുണ്ടാക്കാണ്ടാവില്ല. പക്ഷെ ഒരു വിഷയം കൊണ്ട് വരുമ്പോൾ ഒരു തീർപ്പങ്ങോട്ട് കൽപ്പിക്കാൻ, അതാണ് കാരണന്മാരെന്ന് പറഞ്ഞാൽ. ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ആ വിഷയത്തിൽ ഇന്നതാണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യും. നാട്ടുകാരത് അനുസരിക്കും. അങ്ങനത്തെ ഒരു തലമുറ നമ്മുടെ ചെക്കന്മാരും നമ്മുടെ പുതിയ പിന്നെ യുവാക്കളൊക്കെ അവരൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്നു. എല്ലാവരും ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും പറഞ്ഞാൽ പിന്നെ എതിരെ ആരും പറയില്ല. എന്നാൽ ദീനിയായ കാര്യമായിരിക്കും, ഒരു വിഷയമായിരിക്കും. ഇവിടെ വലിയ കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ എല്ലാവർക്കും സ്നേഹം. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത മായല്ലോ. 20 വർഷമല്ലേ ഞാൻ ഇവിടെ. ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു വിഷയം, ഒരു പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടില്ല. എന്തെങ്കിലല്ലേ ഉണ്ടെന്ന് പറയാം. അപ്പൊ അത്രയും സ്നേഹത്തോടെ കഴിയുന്നൊരു മഹൽ. അതൊക്കെ ഈ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു തൗഫീഖാണ്. എത്ര ഈ പരിസര പ്രദേശങ്ങളിൽ എത്ര അഭിപ്രായമുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇവിടെ പല കേരളത്തിൽ തന്നെ പല ചർച്ചകൾ വരുമ്പോൾ ഇവിടെ അത് ബാധിക്കുകയില്ല. കറക്റ്റ് ദീനിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ പോലുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്തു എന്നതാണ്. അല്ലാഹു അവരെ തുടർച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തരട്ടെ. അവർ നാടിന് ചെയ്ത സേവനങ്ങൾക്ക് അല്ലാഹു അവർക്ക് വെളിച്ചാക്കി കൊടുക്കട്ടെ. അവരെ മക്കൾക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. ക്ഷമക്ക് പകരം അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ സമയത്ത് അവരെ ഓർക്കുന്നുവെന്നും അവരുടെ അനുസ്മരണം നടത്തുന്നുവെന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുവെന്നുമുള്ള സന്തോഷ വാർത്ത റഹ്മുറഹീനായ റബ്ബ് ഇപ്പോൾ തന്നെ അവരെ റൂഹിനെ അറിയിച്ച് അവരെ സന്തോഷിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.